അനാഥരായിട്ട് വളർന്ന കുട്ടികൾ കുറേയും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇവിടെ സായി ഗ്രാമത്തിൽ വന്നപ്പോഴൊക്കെയും തന്നെ അവനും കഴിച്ച പ്ലേറ്റ് മോറാൻ അവർക്ക് മനസ്സുണ്ട്. പക്ഷേ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്ന കുട്ടി പാത്രം കഴുകാൻ അച്ഛനമ്മമാർ സമ്മതിക്കുന്നില്ല. ഈ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമല് വിവേകികളെന്നാണ്. ആ അർത്ഥത്തിൽ അമ്മ ഒരു വിവേകിയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്താണ് ശരിക്കും അമ്മ അങ്ങനെ ആയി മാറിയതിൽ സാറിൻ്റെ ഒരു നിരീക്ഷണം എന്തായാലും? എൻ്റെ അമ്മ ഇങ്ങനെ ആയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മനോഭാവം എന്നിൽ എന്താ പറയുക വിത്തിടാനായിട്ട് ഒരു സംസ്കാരം അമ്മയുടെ എന്തായിരുന്നു? നേരത്തെ ഈ പാത്രം കഴുകണ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ 3-4 ജോലിക്കാരുണ്ട്, അടുക്കളയിലെ സർവൻസ് ഉൾപ്പെടെ. പക്ഷേ ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകും. അത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് പഠിച്ചത് മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ ഏതോ ഭാഗം വായിച്ചിട്ടാണ്. അത് ഇന്നും പാലിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമ്മൾ തന്നെ ഇവിടെ തന്നെയാണെങ്കിലും ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് മോറി വെച്ചു, നമ്മളത് അവസാനം ഇവിടെ ഒരു സ്റ്റിക്കർ വരെ വെച്ചു അവരവർ കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഈ അമ്മയെ സംബന്ധിച്ച് അത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന കുടുംബ പശ്ചാത്തലമാണ്. അമ്മയാണെങ്കിലും ആ കാലത്ത് കൂട്ടുകുടുംബം എനിക്കും അങ്ങനെ ഹോട്ടലിൽ ചെന്നാൽ പോലും ഞാൻ വീട്ടിലത്തെ ഓർമ്മയിൽ അറിയാണ്ട് എല്ലായിടത്തും ഒതുക്കി വെക്കും. കഴുകാൻ മാത്രം പോവില്ല, എല്ലാം പെറുക്കി ഒതുക്കി വെക്കും. അതെ അതെ, പറയൂ സാർ. അപ്പോൾ അമ്മയ്ക്ക് ഒരുപക്ഷെ ഇതെല്ലാം കിട്ടിയത്, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചില്ലെങ്കിലും അവരുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇന്നാണ്. അന്ന് കൂട്ടുകുടുംബം അല്ലാതെ വേറെ കുടുംബം ഇല്ലല്ലോ. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ഹോൾസെയിൽ മാതൃകയിൽ ഈ കൂട്ടുകുടുംബങ്ങളിലുണ്ട്. മനോഹരമായ ഒരു പദമാണ് ഒരു ഹോൾസെയിൽ മാതൃക. ഹോൾസെയിലായിട്ട് തന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാരി ചെയ്യുന്നതാണ്. ഇപ്പം അമ്മയുടെ അമ്മ അതുപോലെ ഓരോ കുടുംബങ്ങളിലും പെട്ട ആളുകൾ ഇങ്ങനെ മാറി മാറി കൈമാറുക എന്നല്ലാതെ വേറെ സ്പ്രെഡ് ചെയ്യണില്ല, വേറെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നില്ല. ഒരു കുടുംബം